ശ്രീ എന്നെ നെല്ലിക്കുന്ന്, ബഹുമാനപ്പെട്ട ആരോഗ്യ വനിതാ ശിശു വികസന മന്ത്രി. സർ, കാസർകോട്ടെ ദുരന്തമനുഭവിക്കുന്ന അനേകായിരങ്ങൾക്ക് വേണ്ടിയാണ് ഈ സഭയിൽ ഞാൻ വീണ്ടും കാസർഗോഡ് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. കാസർഗോഡ് മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിന് 24/3/2012 സർക്കാർ അനുമതി നൽകിയത്. 2013 നവംബർ 30 അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ് തറക്കല്ലിട്ടത്. സർ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ 2018 നവംബർ 25 മറ്റൊരു ശിലാസ്ഥാപനവും അവിടെ നിർവഹിച്ചിരുന്നു. ഇതിൻ്റെ അടങ്കൽ തുക 282,68,93,000 രൂപ. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള കാസർഗോഡ് ജില്ല ഒരു ദുരന്ത ഭൂമിയാണ് എന്ന് ഞാൻ പ്രത്യേകം ഇവിടെ സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. മതിയായ ചികിത്സ കിട്ടാതെ ദുരിതപൂർണമായ ജീവിതം നയിക്കുന്ന എൻഡോസൾഫാൻ ഇരകളെക്കുറിച്ച് നമുക്കറിയാം. കോവിഡ് കാലത്തെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഇപ്പോഴും നമ്മെ വേട്ടയാടുകയാണ്. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യരുത് എന്ന് ഭീഷണിപ്പെടുത്തി കർണാടക സർക്കാർ അതിർത്തി മണ്ണ് ഇട്ട് അടച്ചപ്പോൾ പിടഞ്ഞു വീണ് മരിച്ച എത്രയോ സഹോദരന്മാരുണ്ട്. സർ, നിരന്തരമായ നീതി നിഷേധം കൊണ്ട് ഒരു ജനതയെ കൊലയുടെ മുനമ്പിലെത്തിച്ചിട്ടും നമുക്ക് മതിയായില്ലേ എന്നാണ് എനിക്ക് ചോദിക്കുവാനുള്ളത്. ഒരേ വർഷം തറക്കല്ലിട്ട 2 മെഡിക്കൽ കോളേജുകളാണ് കേരളത്തിലുള്ളത്. ഒന്ന് കാസർകോട്ടും മറ്റൊന്ന് ഇടുക്കിയും. ഇടുക്കി മെഡിക്കൽ കോളേജ് പണി പൂർത്തിയായി. അവിടെ ചികിത്സയും MBBS കോഴ്സും ആരംഭിച്ചു. കാസർഗോഡ് ഉക്കിനടുക്കയിൽ ഇപ്പോഴും ഉള്ളത് മെഡിക്കൽ കോളേജിൻ്റെ അസ്ഥികൂടം മാത്രമാണ് എന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്കും നല്ലതുപോലെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിൻസിപ്പൽ തസ്തിക അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് സർ, പക്ഷേ പ്രിൻസിപ്പാലിനെ ഇവിടെ ഇതുവരെ നിയമിച്ചിട്ടില്ല. അതുപോലെ തന്നെ മെഡിക്കൽ സൂപ്രണ്ട് തസ്തികയും ഇതുവരെ സൃഷ്ടിച്ചിട്ടില്ല. കാസർഗോഡ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലുള്ള സൗകര്യം മാത്രമാണ് ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞാൽ അത് മന്ത്രി നിഷേധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൂർത്തിയായത് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് മാത്രം. ഏതാനും സ്പെഷ്യലൈസ്ഡ് OP ഇവിടെ പ്രവർത്തിക്കുന്നത് മാത്രമാണ് ആശുപത്രി എന്ന പേരിന് ഈ കെട്ടിടങ്ങളെ അർഹതയാക്കുന്നത്. അതും ഏതാനും ദിവസം ഉച്ചവരെ OP മാത്രം പ്രവർത്തിക്കുന്നു. ആശുപത്രി കെട്ടിടം, ലാബ്, ഫാർമസി തുടങ്ങിയവയുടെ നിർമ്മാണവും ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ വിഭാഗങ്ങളിൽ അത്യാവശ്യം ജീവനക്കാരെ നിയമിക്കുന്നതടക്കമുള്ള നടപടികളെല്ലാം ഇഴഞ്ഞു നീങ്ങുകയാണ്. സർ, 2 വർഷമെങ്കിലും കിടത്തി ചികിത്സ നടത്തിയാലേ MBBS കോഴ്സ് തുടങ്ങാനാവൂ എന്നാണ് ദേശീയ മെഡിക്കൽ കൗൺസിൽ തീരുമാനം. ഇത് പ്രകാരം കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ MBBS കോഴ്സ് ഉടനെയൊന്നും ആരംഭിക്കാനിടയില്ല. അപ്പോൾ കേരളത്തിൽ മെഡിക്കൽ കോളേജ് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു സ്ഥലം കാസർഗോഡ് ജില്ലയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ കാസർഗോട്ടെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളോട് നീതി കാണിക്കണമെന്ന് എന്തെങ്കിലും ചെറിയ താല്പര്യമുണ്ടെങ്കിൽ ആ മെഡിക്കൽ കോളേജ് ഉടൻ യാഥാർത്ഥ്യമാക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി സത്വരമായ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഒരുപാട് തവണ സബ്മിഷൻ അവതരിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ മന്ത്രി ഇനിയെങ്കിലും അനുഭാവപൂർണമായ ഒരു നിലപാടെടുത്തുകൊണ്ട് കാസർഗോഡ് മെഡിക്കൽ കോളേജ് മറ്റ് ജില്ലകളെ പോലെയല്ല. കാസർഗോഡ് ജില്ല ഞാൻ വിവരിച്ചു. കാസർഗോട്ടെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് ഞാൻ അനുഭവിച്ചു. ഇപ്പോഴും ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല, പല ആശുപത്രികൾ. അതൊന്നും ഞാൻ ഇവിടെ വിവരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ മെഡിക്കൽ കോളേജ് ഒന്ന് യാഥാർത്ഥ്യമാക്കി തരണം. സർ, കാസർഗോഡിനോട് പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണന സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് കാസർഗോഡ് മുൻപ് ഒരു ഹൃദയ സംബന്ധമായ അസുഖമുണ്ടായാൽ മറ്റിടങ്ങളിൽ പോകേണ്ടി വരുന്നുവെങ്കിൽ ഇന്ന് കാസർഗോഡ് ജില്ലയിൽ അതിൻ്റെ ആവശ്യമില്ല. കാസർഗോഡ് ഒരു കാത്ത് ലാബ് ആരംഭിച്ചു. സമീപകാലത്ത് പേസ് മേക്കർ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ഉൾപ്പെടെ അവിടെ നടത്തി. പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെ അവിടെ നടത്തി. സർ, അടിസ്ഥാനപരമായി അതോടൊപ്പം സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി മേഖലയിൽ അതുപോലെ ന്യൂറോളജിയുമായി ബന്ധപ്പെട്ട് സംവിധാനങ്ങൾ ഒരുക്കുന്നതിലൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നടപടികൾ സ്വീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. കാസർഗോഡ് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ 2010
2012 മാർച്ച് മാസത്തിൽ അനുമതി ലഭിച്ചു, 13 തറക്കല്ലിട്ടു. പക്ഷെ നിർമ്മാണം തുടങ്ങിയത് 16 സാർ. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് അവിടെ നിർമ്മാണം തുടങ്ങിയത്. 2023 273 അധ്യാപക അനധ്യാപക തസ്തികകൾ സൃഷ്ടിച്ചു സാർ. അതിൽ 50% ആളുകൾ നിലവിൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. 173 തസ്തികകൾ അനുവദിക്കപ്പെട്ടു. അങ്ങനെയായിരുന്നു സർക്കാരിൻ്റെ ഉത്തരവ്. കാരണം പൂർണ്ണതോതിൽ പ്രവർത്തിക്കുമ്പോൾ പൂർണ്ണമായി അവിടെ കൂടുതൽ തസ്തികകളും സൃഷ്ടിക്കും, അതുപോലെ അനുവദിച്ച തസ്തികകളിൽ എല്ലാവരെയും നിയമിക്കും എന്നുള്ള നിലയിലാണ് അന്ന് സർക്കാർ അനുവാദം നൽകിയിരുന്നത്. സാർ, വളരെ പ്രധാനപ്പെട്ട കാര്യം, ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ച കാര്യം, ഒരേ വർഷം അനുവാദം നൽകിയ 2 മെഡിക്കൽ കോളേജുകൾ, കാസർഗോഡും ഇടുക്കിയും. എന്താണ് സാർ വ്യത്യാസം? ഇടുക്കിയിൽ ഒരു ജില്ലാ ആശുപത്രിയിലാണ് മെഡിക്കൽ കോളേജ് പ്രവർത്തനം ആരംഭിച്ചത്. ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റിവെച്ചു. പക്ഷേ അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഒരു ആശുപത്രി ഫംഗ്ഷനിങ് ആയിരുന്നു. ബഹുമാനപ്പെട്ട അംഗം തന്നെ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ പറഞ്ഞു, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ മാനദണ്ഡ പ്രകാരം 2 വർഷം നിശ്ചിത ബെഡ് 2 വർഷം പ്രവർത്തിക്കുന്ന, മിനിമം 2 വർഷം പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രി അവിടെ ഉണ്ടാകണം. കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പുതുതായി തറക്കല്ലിട്ട കല്ലിൽ നിന്നാണ് സാർ തുടങ്ങിയത്. ഒരു ആശുപത്രി അവിടെ ഉണ്ടായിരുന്നില്ല. അതേസമയം ഇപ്പോൾ കോന്നിയിൽ എന്താണ് സംഭവിച്ചത്? അവിടെ അക്കാഡമിക് ബ്ലോക്ക് ഉണ്ട്. പക്ഷേ ഏരിയൽ ഡിസ്റ്റൻസ് 10 കിലോമീറ്റർ പത്തനംതിട്ട ജനറൽ ആശുപത്രിയായി കാണിക്കുന്നത്. അല്ലാതെ കോന്നിയിലല്ല, കോന്നി മെഡിക്കൽ കോളേജിലല്ല ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഏരിയൽ ഡിസ്റ്റൻസ് 10 കിലോമീറ്റർ ചുറ്റളവിൽ കാസർഗോഡ് ആശുപത്രിയോ ജില്ലാ ആശുപത്രിയോ കാഞ്ഞങ്ങാട് ആശുപത്രിയോ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇടുക്കിക്കും കോന്നിക്കും ഒപ്പം ഇപ്പോൾ അവിടെ മെഡിക്കൽ വിദ്യാഭ്യാസം നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ ആ സാഹചര്യമല്ല. 30 കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് ഈ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് പുതുതായി 1 എന്നുള്ള നിലയിലാണ് നമ്മൾ ആരംഭിച്ചത്. അക്കാഡമിക് ബ്ലോക്കിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. പല കേസുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഉൾപ്പെടെ കേസുകൾ ഉണ്ടായിരുന്നു. നിർമ്മാണം നിലച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് സംസ്ഥാന സർക്കാർ എടുത്തു. സാധാരണ ഒരു പുതിയ പ്രോജക്റ്റിനാണ് കിഫ്ബിയിലൂടെ പണം അനുവദിക്കുന്നത്. എന്നാൽ ഇത് നബാർഡിലൂടെ അനുവദിച്ച് പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി 160 കോടി രൂപ അനുവദിക്കുകയും ഇന്ന് 23 കോടി രൂപ അവിടെ ഇലക്ട്രിക് പ്ലംബിംഗ് വർക്കുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായി അനുവദിച്ചു. ഇന്നിപ്പം ഞാൻ നോക്കുമ്പോൾ അവിടെ 50-ലധികം തൊഴിലാളികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. സർ, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ ഘട്ടത്തിലും സർക്കാർ അനുവദിച്ച ധനാനുമതികളും അതോടൊപ്പം തന്നെ അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഡീറ്റെയിൽസ് ഞാൻ ടേബിൾ ചെയ്യുന്നുണ്ട്. സർ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, ബഹുമാനപ്പെട്ട MLA അധ്യക്ഷനായി ഞാൻ ഉദ്ഘാടനം ചെയ്ത ഹോസ്റ്റൽ കെട്ടിടം ഉൾപ്പെടെ നമ്മൾ എല്ലാ ഫെസിലിറ്റീസും അവിടെ ഒരുക്കുകയാണ്. നമ്മുടെ മുന്നിലുള്ള ടാർഗറ്റ് ആശുപത്രി ഫംഗ്ഷനിങ് ആക്കുക എന്നുള്ളത് തന്നെയാണ്. 2020 കോവിഡ് കാലത്ത് അവിടെ കിടത്തി ചികിത്സ നമ്മൾ ആരംഭിച്ചിരുന്നു. അതിന് അവിടെ 12 ICUകളും 34 ഓക്സിജൻ ലഭ്യതയുള്ള ബെഡുകളും അടക്കം 166 ബെഡുകളുള്ള കോവിഡ് ആശുപത്രിയായിട്ടാണ് 2020 അവിടെ ആശുപത്രി ഫംഗ്ഷനിങ് ആരംഭിച്ചത്. ഇതുകൂടാതെ അവിടെ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യം ഒരുക്കുന്നതിനുള്ള റോഡുകൾ, കുഴൽക്കിണർ എന്നിവ സ്ഥാപിക്കുന്നതിന് 99,75,000 രൂപയുടെ ഭരണാനുമതി നൽകുകയും പ്രവൃത്തി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാർ, അതോടൊപ്പം 25 കോടി രൂപയുടെ ഭരണാനുമതിയാണ് അക്കാഡമിക് ബ്ലോക്കിന് നൽകിയത്. 5 കോടി രൂപ അഡ്വാൻസായി മൊബിലൈസേഷൻ ഫണ്ടിനത്തിൽ 2016 ജൂൺ മാസത്തിൽ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർ SPV ആയ കിറ്റ്കോയ്ക്ക് നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുന്നതിന് അനുമതി അന്ന് നൽകിയത്. അതുകൂടാതെ 5,23,00,000 രൂപയുടെ ഭരണാനുമതി മറ്റു വർക്കുകൾക്കായി, സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഫയർ ഫൈറ്റിംഗ് വർക്കുകൾക്കായിട്ട് നൽകിയിരുന്നു. അത് പൂർത്തീകരിച്ചു. 8 കോടി രൂപ ചെലവിൽ മെഡിക്കൽ കോളേജിൽ ജലവിതരണ സംവിധാനം ഏർപ്പെടുന്നതിനുള്ള ജോലികളും കാസർഗോഡ് ഡെവലപ്മെന്റ് പാക്കേജിൽ തന്നെ മുഖേനയാണ് സാർ ചെയ്തു വരുന്നത്. സാർ, അതുകൂടാതെ 29 കോടി രൂപയുടെ ഭരണാനുമതിയാണ് ഇപ്പോൾ ഗേൾസ് ഹോസ്റ്റൽ, അധ്യാപക ക്വാർട്ടേഴ്സ് തുടങ്ങിയവ നിർമ്മിക്കുന്നതിനും അങ്ങനെയുള്ള ഫെസിലിറ്റീസ്, റെസിഡൻഷ്യൽ ഫെസിലിറ്റീസ് ഒരുക്കുന്നതിന് വേണ്ടി അനുവദിച്ചത്. ഇപ്പോൾ 75% അവിടെ റെസിഡൻഷ്യൽ ഫെസിലിറ്റീസിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് നിർമ്മാണത്തിൻ്റെ 2ാം ഘട്ടമായി ചെയ്യുന്നത് ആശുപത്രി കെട്ടിടത്തിൻ്റെ നിർമ്മാണമാണ്. അവിടെയാണ് ഞാൻ ആ കേസിൻ്റെ വിഷയം പറഞ്ഞത്. ആ കേസ് നമ്മൾ അത് പരിഹരിച്ചു. അതുകൂടാതെ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കിഫ്ബിയിലൂടെ പ്രത്യേകം 160 കോടി രൂപ അനുവദിച്ചുകൊണ്ട് 23 കോടി രൂപ ഇലക്ട്രിക്കൽ, മറ്റ് പ്ലംബിംഗ് വർക്കുകൾക്ക് അനുവദിച്ച് അതിൻ്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. അത് മാത്രമല്ല സർ, ഈ 160 കോടിയിൽ എല്ലാ ഉപകരണങ്ങളുമുണ്ട്. അത്യാധുനികമായിട്ടുള്ള MRI സ്കാനും CT സ്കാനും ഉൾപ്പെടെയുള്ള എല്ലാ ഫേർണിച്ചറുകളും എക്യുപ്മെൻസും വാങ്ങിക്കുന്നതിനുള്ള പ്രൊവിഷൻ ഇതിലുണ്ട്. ആശുപത്രിയുടെ ഒരു സിവിൽ വർക്ക് പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് അത് സാധിക്കുന്നതാണ്. സർ, ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. സാധാരണ നമ്മളൊരു 100 സീറ്റിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഞാൻ തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട് കാസർഗോഡിന് വേണ്ടി കേന്ദ്രത്തിൻ്റെ ഒരു സഹായം പ്രത്യേകമായിട്ട് നൽകണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് 1 രൂപ പോലും അവിടെ കേന്ദ്രത്തിൻ്റെതായിട്ട് കിട്ടിയിട്ടില്ല. മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാവുന്നത് 100 സീറ്റ് എന്നുള്ളതിൽ നിന്ന് ഒരു മിനിമം 50 സീറ്റിലേക്ക് നമുക്ക് മെഡിക്കൽ വിദ്യാഭ്യാസം ആരംഭിക്കാൻ കഴിയുമോ എന്നുള്ളത് തീർച്ചയായിട്ടും സർക്കാർ അതിൽ ബദ്ധശ്രദ്ധമായി അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. 100 സീറ്റ് കിട്ടുമെങ്കിൽ 100 സീറ്റ് തന്നെ, പക്ഷേ ആ രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഏതായാലും കാസർഗോഡ് ഇപ്പോൾ ഈ വർഷം ഒരു നഴ്സിംഗ് കോളേജ്, ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് കൂടി
ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് സർ. തീർച്ചയായിട്ടും അവിടെ ഈ 2 വർഷത്തിനുള്ളിൽ മെഡിക്കൽ കോളേജ് ഫംഗ്ഷൻ ചെയ്ത പ്രവർത്തനം ആരംഭിക്കണം എന്നുള്ളത് തന്നെയാണ് സർക്കാർ കാണുന്നത്. അതിന് പ്രതിജ്ഞാബദ്ധമാണ് സർക്കാർ. കാസർഗോഡ് മെഡിക്കൽ കോളേജും അതോടൊപ്പം തന്നെ നമ്മുടെ ഉദുമയിലുള്ള സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉൾപ്പെടെ അതിൻ്റെ പണം ടാറ്റ ഹോസ്പിറ്റൽ നിൽക്കുന്നിടത്ത് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉൾപ്പെടെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുകയാണ്. അങ്ങനെ കാസർഗോഡിൻ്റെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കൃത്യമായ ഇടപെടലുകൾ സർക്കാർ നടത്തുന്നുണ്ട് സർ. ചോദ്യം സർ, ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞത് ഉക്കിനടുക്കയിലെ ശൂന്യമായ സ്ഥലത്തുള്ള ഒരു കല്ലിൽ നിന്നാണ് ഇത് തുടങ്ങിയത് എന്ന്. എനിക്കറിയില്ല. 2013 തറക്കല്ലിട്ടത്. അപ്പോൾ തറക്കല്ലിട്ട ഒരു നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ 11 വർഷം വേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. പുതിയൊരു അറിവ് കിട്ടി സർ. ഏതായാലും എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കുവാനുള്ളത്, ഇത് അങ്ങയുടെ സ്വന്തം മണ്ഡലത്തിലാണ് ഈ ദുരനുഭവമെങ്കിൽ അങ്ങയുടെ വികാരം എന്തായിരിക്കും, അങ്ങയുടെ വിഷമം എന്തായിരിക്കും. അതുകൊണ്ട് അങ്ങയുടെ മണ്ഡലത്തിലാണ് ഈ പ്രശ്നമെന്ന് കരുതി, അങ്ങയുടെ മണ്ഡലത്തിലാണ് ഈ ഒരു കാസർഗോഡ് മെഡിക്കൽ കോളേജ് അങ്ങയുടെ മണ്ഡലത്തിലാണ് എന്ന് കരുതി കാസർഗോട്ടെ ജനതയോട് അങ്ങ് ഒട്ടും വൈകാതെ നീതി കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സംബന്ധിച്ചിടത്തോളം മണ്ഡലം എന്നുള്ളതല്ല, കാസർഗോഡ് എൻ്റെ സ്വന്തം സ്ഥലമായി എൻ്റെ സ്വന്തം മെഡിക്കൽ കോളേജായിട്ടാണ് സർ ഞാൻ കരുതുന്നത്. ഏറ്റവും അധികം കാസർഗോഡ് മെഡിക്കൽ കോളേജ് സന്ദർശിച്ചിട്ടുള്ള വ്യക്തിയും ഞാനായിരിക്കും. അതിൽ അങ്ങേക്ക് വേറൊരു അഭിപ്രായം ഇല്ല എന്ന് ഞാൻ കരുതുന്നു സർ. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ 2013 നിർമ്മാണ ഉദ്ഘാടനം നടത്തിയെങ്കിലും 2016 സർ 2016 ഒരു ഓർഡറാണ് ഞാൻ വായിച്ചത്. SPV ആയ കിറ്റ്കോയെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഭരണാനുമതി നൽകിയൊരു ഓർഡർ ഞാൻ വായിച്ചിരുന്നു. 2016 സർ നിർമ്മാണം ആരംഭിച്ചത്. അക്കാഡമിക് ബ്ലോക്ക് പൂർത്തിയായി. നമ്മൾ ഒരുമിച്ച് തറക്കല്ലിട്ട ഹോസ്റ്റൽ നിർമ്മാണം 75%. സർക്കാർ എല്ലാവിധമായിട്ടുള്ള സൗകര്യങ്ങളും നമുക്ക് മുന്നിലുള്ള ചാലഞ്ച് ആശുപത്രി ഫംഗ്ഷൻ ചെയ്യാന്നുള്ളതാണ്. ആശുപത്രി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കവിടെ NMC അനുവാദം കിട്ടുകയുള്ളൂ. കാസർഗോഡോ കാഞ്ഞങ്ങോട് ആശുപത്രിയോ 10 കിലോമീറ്റർ ചുറ്റളവിലായിരുന്നെങ്കിൽ ഇന്ന് അവിടെ 100 കുട്ടികളിരുന്ന് പഠിച്ചേനെ സാർ. പക്ഷേ ഇത് 30 കിലോമീറ്റർ അകത്തായതുകൊണ്ടാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. തീർച്ചയായിട്ടും അങ്ങ് എൻ്റെ ആശുപത്രി എൻ്റെ മെഡിക്കൽ കോളേജ് എന്നുള്ള നിലയിൽ തന്നെയാണ് ആശുപത്രിയെ മുന്നോട്ട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് കിഫ്ബി ഇടപെട്ടുകൊണ്ട് കിഫ്ബിയുടെ വ്യവസ്ഥകൾക്ക് അതീതമായി നിന്നുകൊണ്ട് 160 കോടി രൂപ അതിൽ അനുവദിച്ച് സാർ ഇപ്പോൾ അവിടെ വർക്ക് നടക്കുക. അല്ലെങ്കിൽ ഒരു ഫണ്ട് കണ്ടെത്താൻ കേന്ദ്രം കൂടി സഹായിക്കാത്ത സാഹചര്യത്തിൽ നമുക്ക് ബുദ്ധിമുട്ടാകുമായിരുന്നു. പക്ഷേ അതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ധനമന്ത്രിയും കൃത്യമായ നിലപാടെടുത്തതോടുകൂടിയാണ് ആ ഫണ്ട് നമുക്ക് ലഭിച്ചത് സാർ.